ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിൻ്റെ പേര് മെല്ലെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് മമ്മി ഡെയിലി ലൈഫ് എന്നായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആക്കി. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പം ഓൾമോസ്റ്റ് സെയിം പേരിലുള്ള വേറെ 2-3 ചാനലാണ് നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ട് തനി നാടൻ ലൈഫ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചാനൽ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് മാറ്റിയത്. അപ്പോൾ ഇതെന്താണെന്നറിയാമോ, നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോസിൻ്റെ കണക്കെടുത്താൽ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും ഒക്കെ പോകുന്നിടം വരെയുള്ള വീഡിയോസാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ന്യൂ ഇയർ 2026 തൊട്ടുള്ള വീഡിയോസ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേ തൊട്ടുള്ള വീഡിയോസ് നമുക്ക് പെൻഡിങ് ആണ്. ഇത് അതിന് തൊട്ട് 2 ദിവസം മുമ്പുള്ളത് തൊട്ടാണ് കേട്ടോ. അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് ചേച്ചിയും ചേട്ടനും ഒക്കെ പോയതിന് ശേഷം ന്യൂ ഇയറിന് തൊട്ട് 2 ദിവസം മുമ്പായിട്ട്, അതായത് ഒരു ഡിസംബർ 30 ആ ഒരു ഡേറ്റുകളിലൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വേലി ഗ്രൗണ്ടിലേക്കാണ്. അവിടെ നമ്മുടെ ക്രിസ്മസിന് നമ്മുടെ യെല്ലോ ട്രീ ഒക്കെ വന്നല്ലോ. അതിനുശേഷം ഇനി പപ്പാനീനെ നമ്മൾ കത്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിന് മുമ്പായിട്ട് അവിടെ മേളയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും ദിവസം പെൻഡിങ് ആയതിൻ്റെ കാര്യം അറിയാമല്ലോ. ഒന്നാമത് നമ്മൾ വെക്കേഷനിൽ നമ്മൾ ട്രാവലിലാണ്, അതൊരു വിഷയമല്ല. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഷോർട്സിലും വീഡിയോയിലും ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. പിന്നെ സംസാരിക്കുമ്പോൾ ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് ഭയങ്കരമായിട്ട് എടുക്കേണ്ടി വരും ഈ ഒരു ഇത്രയും ലോങ് വീഡിയോയ്ക്ക് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് റെഡി ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതാ ജനുവരി കഴിയാറായി. അപ്പോൾ ഏകദേശം 1 മാസത്തെ നമ്മുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അതെല്ലാം മെല്ലെ മെല്ലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യെല്ലോ ലൈറ്റ് ഇനി നമുക്ക് ഈ വീഡിയോസിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഗ്രൗണ്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മളവിടുന്ന് രശ്മി ചേച്ചി രഞ്ജേട്ടനും മക്കളും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും എത്തുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന് എത്താമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ചേച്ചിയും ചേട്ടനും ഒക്കെ വന്ന സമയത്ത് അവർ ന്യൂ ഇയർ വരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അങ്ങനെ പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പോയപ്പോൾ നമ്മളെന്തോ ഒറ്റയ്ക്കായ പോലെ തോന്നി. അപ്പം നമ്മൾ അവിടേക്ക് എത്തി. അപ്പോൾ രശ്മി ചേച്ചി രഞ്ജേട്ടനും മക്കളും എല്ലാവരും കൂടെ എത്തിയിട്ട് നമ്മളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് നിന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിൽ വെറുതെ പോയി നിന്നാലും നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ ഈ സാധനം നമ്മൾ ആൻഡമാനിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ തന്നെ അതായത് ആദ്യക്കൂട്ടനും ശംഭുവും ഒക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ ആ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത് അയച്ചിട്ട് പറന്നു പോകുന്നതാണ്, അത് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ കയ്യിൽ കൊണ്ടിട്ട് നല്ല വേദന എടുക്കും. നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആൻഡമാൻ വീഡിയോസിൽ. പിന്നെ നമുക്കൊന്നും അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കാമെന്നൊന്നും തോന്നിയില്ല. ആകെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. നമ്മൾ കുറച്ച് പാസരോ അങ്ങനെ എന്തോ നമുക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇങ്ങനെ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല, എന്നാലും കാണുമ്പോൾ ഒരു ആഗ്രഹത്തിന് അങ്ങനെ മേടിക്കൂലേ, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ മേടിച്ചു. പിന്നെ ആദിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ശമ്പൂട്ടന് നമ്മൾ കുറച്ച് നേരം ഫോണൊക്കെ ആവശ്യപ്പെടുമല്ലോ. നമ്മൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പം കുട്ടി ഫോൺ ആവശ്യപ്പെടുമല്ലോ. എന്നാൽ ആദിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേന് വേഗം ഫോണൊക്കെ വെച്ചിട്ട് വേഗം ഓടി പാഞ്ഞ് വരുന്നത് കാണാം. കാരണം ആദിച്ചേട്ടൻ്റെ വീട്ടിൽ പോയ ആദിച്ചേട്ടൻ്റെ ടാബിൽ അവന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഫോണൊക്കെ നമ്മൾ ടാബൊക്കെ എടുത്ത് മാറ്റി വെച്ചാലും ആദിച്ചേട്ടനെ സോപ്പിട്ട് അതെങ്ങനെയെങ്കിലും മേടിച്ച് 2 ആൾ കൂടെ, ഒറ്റയ്ക്കൊന്നും കളിക്കണ്ട, 2 ആൾ കൂടെ കളിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ വിചാരിച്ച് നമ്മൾ ആദിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നാണ് വിചാരിച്ചത്. അപ്പം അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ജസ്റ്റ് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം രഞ്ജേട്ടനാണല്ലോ അവർ യൂണിറ്റ്സിനകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ, ക്വാർട്ടറിനകത്താണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കയറാൻ, അതായത് അകത്തേക്ക് കയറാൻ ഒരു 10 മണി വരെ ടൈമുള്ളൂ. നമ്മൾ പുറത്ത് നിൽക്കുന്നത് കൊണ്ട്, അതായത് നമ്മൾ പുറത്ത് റെൻറ്റിന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാം വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നത് കൊണ്ട് അവർ പോയി കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കൂടെ അവിടെ നിന്നു കേട്ടോ. കാരണം കുറേ നാളായില്ലേ നമുക്ക് ഈ ഒരു ആൾക്കാരുടെ കൂട്ടം അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ വൈബൊക്കെ മിസ്സായി കിടക്കുന്നു. ആൻഡമാനിൽ അങ്ങനെയല്ലല്ലോ. എല്ലാവരും ഒരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ഫ്രണ്ട്സ് മാത്രം നമ്മുടെ ചുറ്റും. അത് ശരിക്കും ഒരു ഐലൻഡ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും ചുമയും പനിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഇതുപോലുള്ള സ്ഥലത്ത് നമ്മൾ ആകെ കഴിക്കുന്ന സാധനം ഇതുപോലെ ഇങ്ങനത്തെ നമ്മുടെ കോണ്, ഐസ്ക്രീം, അതല്ലെങ്കിൽ പാനിപ്പൂരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും പല പല ഫ്ലേവറാണ് കേട്ടോ. അപ്പം ആദ്യക്കുട്ടന് മാത്രമേ ചോക്ലേറ്റ് വേണ്ടിയിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും പല അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ അവരവർ പറഞ്ഞങ്ങ് എടുക്കുകയാണ്. ഞാൻ മോസ്റ്റ്ലി 3 ഫ്ലേവറാണ് എവിടെ ചെന്നാലും പ്രിഫർ ചെയ്യുള്ളൂ. ഒരു പിസ്ത, അല്ലെങ്കിൽ ബ്ലാക്ക് കറണ്ട്, അല്ലെങ്കിൽ വാനില.
അതേപോലെ പ്രജിയാണ് കുറേ ഫ്രൂട്ട് ഫ്ലേവേഴ്സൊക്കെ എടുക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ പ്രജി എനിക്ക് തന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ തരാൻ പറഞ്ഞപ്പോൾ തന്നപ്പോൾ ഞാൻ കുറേ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രജിയുടെ ഒക്കെ അവരെല്ലാവരും മേടിക്കുന്ന ഐസ്ക്രീം എല്ലാം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ ഈ 3 ഫ്ലേവറേ ഞാൻ മേടിക്കാറുള്ളൂ. അപ്പോൾ രശ്മി ചേച്ചിയുടെ തലയിൽ ആ കൊമ്പിരിക്കുന്നത് രശ്മി ചേച്ചി അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തത് പബ്ലിസിറ്റി ആക്കാൻ പോവാണ്. എന്തായാലും ശരി, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അവിടെ പപ്പാനീനെ നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ശരിക്കും പോയാൽ വൈകുന്നേരം പോയാൽ നമുക്ക് രാത്രി ആ ഒരു സമയത്ത് പോയാൽ പപ്പാനീനെ കാണാൻ പറ്റില്ല. കാരണം മൊത്തം പൊടിയും ഫോഗും പുകയും ഒക്കെയാണ്. പുക മീൻസ് തീയുടെ പുകയല്ല, കൊച്ചിയാണല്ലോ, പലതരത്തിലുള്ള പുകകൾ കാരണം നമുക്ക് പപ്പാനീനെ അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ പൊടിമണ്ണല്ലേ, അതെല്ലാം പറന്നിട്ട് ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് അവർ ഓൾറെഡി ഈ ഫുഡ് ഫെസ്റ്റിൽ നേരത്തെ കയറിയായിരുന്നു എന്ന് പറഞ്ഞു. 10 മണി വരെ ഇത് ഉള്ളൂ. അപ്പോൾ 10 മണിയാകുമ്പോൾ അവരകത്ത് കയറി. പക്ഷേ ഇതെല്ലാം ക്ലോസ് ആയി. എന്നിട്ടും അവിടെ പാസ്സൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് കരുതി ഞങ്ങൾ കയറി. അവിടുത്തെ സംഭവങ്ങളെല്ലാം പൂട്ടിയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് വാങ്ങാനും കാര്യങ്ങളുമായിട്ട്, അതായത് അവിടുത്തെ സ്റ്റോളുകളെല്ലാം പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേന് ആകെ ഉള്ളത് ഒരു പാനിപ്പൂരിയുടെ സ്റ്റോള് മാത്രമാണ്. പിന്നെ അവിടെ പാട്ട് പാടുന്നുണ്ട്, ആൾക്കാർ നിന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. കുറച്ച് പേര് പോവാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പാനിപ്പൂരിയുടെ സ്റ്റോൾ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രജിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് കഴിക്കാൻ അറിയേയില്ല, ഇഷ്ടവുമില്ല. ഇപ്പോൾ ഹിന്ദി നാടുകളിലൊക്കെ താമസിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പാനിപ്പൂരി. പക്ഷേ ഒരു 10-20% പേരുണ്ട് ഇത് ഇഷ്ടമേ അല്ലാത്തവർ. ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. കാരണം ഒന്നാമത് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, രണ്ടാമത് ഞാനൊരു സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളേ അല്ല, മൂന്നാമത് ഇതെല്ലാം കൂടെ എൻ്റെ വായിൽ ഒറ്റയടിക്ക് കൊള്ളില്ല. അപ്പോൾ പ്രജി ഇപ്പം നിറയ്ക്കുന്നത് കണ്ടോ വെള്ളം, ഒരു ഡ്രോപ്പും കൂടി ഇനി അതിനകത്ത് കൊള്ളില്ല. അത്രയും ഫുൾ വെള്ളം നിറച്ചിട്ട് ഒറ്റ വായിൽ അങ്ങനെ കഴിക്കണം. അത് വായി ചെന്നിട്ട് ആ ബബിൾ ഇങ്ങനെ പൊട്ടണം. എനിക്കത് പൊട്ടുവാണെങ്കിൽ എല്ലാം കൂടെ പുറത്തേക്ക് വരും. ഞാൻ വെള്ളം എടുത്തേക്കുന്നുണ്ടോ, പകുതിയേ എടുത്തിട്ടുള്ളൂ, എന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലൈവായിട്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം ശമ്പൂട്ടനൊരു ഇത് ഷുഗർ കാൻഡി മേടിച്ച് കൊടുത്തതാണ്. നിങ്ങളെന്താ ഇതിന് പറയുക, നമ്മുടെ നാട്ടിലിതിനെ ബോംബെ പൂടാന്ന് പറയും. എന്തായാലും ശരി, അത് അവിടുന്ന് കണ്ടപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ പാനിപ്പൂരിയുടെ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എനിക്ക് ഇഷ്ടമാണ്, ദഹിപൂരി ഇഷ്ടമാണ്. അതാവുമ്പോൾ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാം. ഈ പാനിപ്പൂരി അവിടെ നമ്മൾ മേടിക്കുവാണെങ്കിൽ 1 by 1 അവർ ഫില്ല് ചെയ്ത് തരും. അത് നമ്മളിങ്ങനെ അപ്പം കഴിച്ചിറക്കണം. എനിക്ക് കുറച്ച് സമാധാനമൊന്നും കിട്ടില്ല, വേഗം അത് കഴിച്ചിറക്കണം. ഇത്ര പീസ് തന്നുകൊണ്ടേയിരിക്കും. എനിക്കതിനോട് തീരെ പറ്റില്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ പുതിനയുടെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ തന്നെയാണ്, പക്ഷേ ഇതെന്തോ താല്പര്യമില്ല. അപ്പം എന്തായാലും കോട്ടൺ ക്യാൻഡി എന്തായാലും ശമ്പൂട്ടന് മേടിച്ച് കൊടുക്കാമെന്ന് കരുതി. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ശമ്പൂട്ടൻ കോട്ടൺ ക്യാൻഡി കഴിക്കാൻ പോകുന്നതും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതും. ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അതപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കാണ്. അയ്യോ അതിൽ വിഷമാണ്, അത് കഴിക്കരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം എന്താണ്, അതിനകത്ത് പ്രത്യേകിച്ച് വിഷമൊന്നും വരാനില്ല. അപ്പോൾ നമ്മൾ ചെറുതിലേ ഇത് കേട്ടിട്ടില്ലേ, ഇങ്ങനെ ചെറിയ വണ്ടിയിൽ വരുന്ന ഐസ്, അല്ലെങ്കിൽ തോട്ടിലെ വെള്ളം കൊണ്ടുണ്ടാക്കുന്നതാണ് ഐസ്, ബോംബെ പൂടയിൽ മൊത്തം വിഷമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ശരി, എന്തായാലും ലൈഫിൽ ഒരിക്കലൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ക്ലൗഡാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെങ്ങനെ കഴിക്കണം, എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊന്നും ആൾക്കറിയില്ല. എന്നാൽ ഇതെല്ലാം കൂടെ ഉരുട്ടിയാൽ ഒരു ചെറിയ ബോളെ ഉണ്ടാവുള്ളൂ എന്നും ആൾക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞൊന്ന് ഞെക്കി നോക്കാം, അപ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ കൈ കൊണ്ടൊന്ന് ഞെക്കിയതാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നും ഇല്ലല്ലോ, കഴിക്കാനൊന്നും ഇല്ലല്ലോ, ഇത്രയും വലുതാണെങ്കിലും ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇഷ്ടമൊന്നും വരില്ല, ആ ഒരു കഷ്ടപ്പാടൊന്നും വരില്ലല്ലോ. അപ്പം പ്രജി അങ്ങനെ പാനിപ്പൂരിയും കഴിച്ച്, ശമ്പൂട്ടൻ അങ്ങനെ കോട്ടൺ ക്യാൻഡിയും കഴിച്ച് അവിടുന്ന് പോന്നു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ, എനിക്കൊന്നും താല്പര്യം തോന്നിയില്ല. അതിനും പല കാരണങ്ങളുണ്ട്. കാരണം ഡേ ടൈമിൽ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ആ ബൈക്കിലൊക്കെ ആ വഴി പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ ഇരുന്നിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആലു ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യുന്നു, ചന വേവിക്കുന്നു ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അതെൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് കുറച്ചൊരു അജ്ഞാനം കൊണ്ടായിരിക്കണം മേ ബി എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഐസ്ക്രീമിന് പിന്നെ ആ ഒരു പ്രശ്നം നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനെ
ഷുഗർ തീരെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മധുരമുള്ള പഞ്ചസാര കഴിക്കും, പക്ഷേ മധുരമുള്ള ഫുഡൊന്നും ഇഷ്ടമല്ലാത്ത ശമ്പൂട്ടന് കോട്ടൺ ക്യാൻഡി മേടിച്ചു കൊടുത്താൽ എന്താ അവസ്ഥ? അവൻ കഴിക്കൂല. അവനൊരു 2 ബൈറ്റ് ഇതുപോലെ 2 ബൈറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൈറ്റ് എടുത്തു. ഇനി ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ലാസ്റ്റിലൊരു ബൈറ്റ് എടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവനും ഇത് ഫുള്ള് കഴിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. നമുക്കും അങ്ങനെ ഇതിങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുമ്പോഴല്ലേ നല്ല ഭംഗിയുള്ളൂ. അതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോളാക്കി കഴിഞ്ഞാൽ അത് തിന്നാൻ തോന്നില്ലല്ലോ. അപ്പോൾ ശമ്പൂട്ടൻ കണ്ടു, അതുകൊണ്ടുള്ള കളിയൊക്കെ തുടങ്ങി. ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടപ്പം ആളൊരു ബൈറ്റ് എടുത്തിങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. അതല്ലാണ്ട് അവൻ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടു, പക്ഷേ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ സമാധാനം. ഇനി എവിടെയെങ്കിലും കണ്ടാൽ വേണമെന്നൊന്നും പറയില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും നമ്മൾ മെയിൻ സ്റ്റോളിലേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു പേനയുടെ ഒക്കെ അവസ്ഥ, ഇത് കണ്ട പേനയാണെന്ന് പറയുമോ എന്തോ. എനിക്ക് അങ്ങനെ ഇതൊന്നും മേടിച്ച് എന്തായാലും സ്കൂളിൽ കുട്ടികൾ കൊണ്ടുപോയിട്ട് എഴുതില്ലല്ലോ. ജസ്റ്റ് വെക്കാൻ കൊള്ളാമെന്നേ ഉള്ളൂ. പിന്നെ എന്തിനാ പേനയായിട്ട് വെച്ചാൽ ടോയ് ആയിട്ട് തന്നെ വെച്ചാൽ പോരായിരുന്നോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. കാരണം പേനയുടെ ഉപയോഗം എഴുതുക എന്നുള്ളതല്ലേ. ഈ തോക്കും കൊണ്ട് എവിടെ പോയിട്ട് എഴുതാനാണ്? തോക്ക് മാത്രമല്ല കേട്ടോ, കുറേ കത്തിയും വടിവാളും താക്കോലും എന്തൊക്കെയോ ഉണ്ടോ. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പേന തന്നെയാണ്, പക്ഷേ അതിനെല്ലാം പല രൂപങ്ങളാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പിൻട്രസ്റ്റി വൈബുള്ളത് അല്ലെങ്കിൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഈ വാളും കത്തിയും തോക്കും താക്കോലും അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിലൊക്കെ ഇങ്കുണ്ടോയെന്ന് പോലും അറിയില്ല, എഴുതാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എന്തായാലും എല്ലാം കണ്ടു. അതിനുശേഷം ഓർണമെൻറ്റ്സിൻ്റെ അത് കമ്മലിൻ്റെ മാത്രം സ്ഥലമുണ്ട്, അവിടെയൊക്കെ വന്നു. എന്തായാലും ഒന്നും മേടിക്കൊന്നും ഇല്ല, ജസ്റ്റ് കണ്ട് ഇങ്ങനെ പോരാ. ഞാനിങ്ങനെ തല ചൊറിയുന്നത് വേറൊന്നുമല്ല, ആരോ എന്തോ മുകളിലോട്ട് എറിഞ്ഞ് എൻ്റെ തലയിലേക്കാണ് വീണത്. അപ്പോൾ അതിങ്ങനെ തരി പോലെ ഇങ്ങനെ മണൽത്തരി പോലെ എൻ്റെ തലയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വരാനുള്ളത് ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ്. അതും കൂടെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ലോങ് വീഡിയോസ് പോകുന്നത് 5 മണി സമയത്തായിരിക്കുമേ. ആ സമയം എല്ലാവർക്കും ഓക്കെ അല്ലേ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും പറയാം കേട്ടോ. ടാറ്റാ.